PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. 9th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 ആണ്. സമുദ്രവും മനുഷ്യനും എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ജലത്തെക്കുറിച്ചാണ്. നമ്മളിവിടെ അല്ലേ സമുദ്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നോക്കുക, ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ ഒരു വലിയ ജലപ്പരപ്പായിട്ടാണ് ഭൂമി നമുക്ക് എങ്ങനെ കാണുന്നത് അല്ലേ. ഭൂമി നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ജലപ്പരപ്പായിട്ടാണ് നമുക്ക് ബഹിരാകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുക. ഭൂഗോള വിസ്തൃതിയിൽ ജലഭാഗം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 71%. ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലഭാഗമാണ്. കരഭാഗം എന്ന് പറയുന്നത് 29% മാത്രമാണ്. കരഭാഗം 29%വും 71% ജലഭാഗവുമാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉൾക്കടൽ? ഉൾക്കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് ബേ അഥവാ ഉൾക്കടൽ എന്ന് പറയുന്നത്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതിനെയാണ് നമ്മൾ ബേ അഥവാ ഉൾക്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്? 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെയാണ് കടലിടുക്ക് എന്ന് പറയുന്നത്. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക്. അപ്പോൾ കടൽ എന്ന് പറയുമ്പോൾ എന്താണ്? സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ കടൽ എന്ന് പറയുന്നത്. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗം. അപ്പോൾ നമ്മൾ പൊതുവെ കടൽ എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെ മാത്രമാണ് കടൽ എന്ന് പറയുക. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക് എന്ന് പറയുന്നത്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഉൾക്കടൽ എന്നുമാണ് പറയുന്നത്. അപ്പം അറബിക്കടൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ലോക സമുദ്രങ്ങൾ, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം അല്ലേ, ആ പറയുന്ന സമുദ്രങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കേണ്ടത്. ഈ ഒരു കോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഇതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് PSCക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് പസഫിക് സമുദ്രത്തെക്കുറിച്ചാണ്. പസഫിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാ? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്.
പസഫിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം എത്രയാണ്? 4280 മീറ്ററും. ഏറ്റവും ആഴം കൂടിയ ആഴം എന്ന് പറയുന്നത് 11,034 മീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ പസഫിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ശരാശരി ആഴം എന്ന് പറയുന്നത് 4280 മീറ്റർ ആണ്. ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് 11,034 മീറ്ററുമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്നറിയപ്പെടുന്നു. പസഫിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം 11,034 ആണ് ഏറ്റവും കൂടിയ ആഴം. ആ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ചലഞ്ചർ ഗർത്തം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചലഞ്ചർ ഗർത്തം. ഓക്കെ, അപ്പോൾ പസഫിക് സമുദ്രമായി. അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ശരാശരി ആഴം 3700 മീറ്ററും കൂടിയ ആഴം 8618 മീറ്ററുമാണ്. ശരാശരി ആഴം 3700 മീറ്റർ, കൂടിയ ആഴം 8618 മീറ്റർ. ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂരിട്ടോറിക്കോ ഗർത്തം. അപ്പോൾ പസഫിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂരിട്ടോറിക്കോ ഗർത്തം എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രം കാണപ്പെടുന്നത് നീണ്ട ആകൃതിയിലാണ് കാണപ്പെടുന്നത്. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ എന്തുണ്ട്? ഒരു പർവ്വതനിരയുണ്ട്. ഇതാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നറിയപ്പെടുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിലൊരു പർവ്വതനിരയുണ്ട്. അതിൻ്റെ പേരാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തല്ലേ, അപ്പം മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ആകെ വിസ്തൃതി ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. ആകെ വിസ്തൃതി എത്രയാ? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ശരാശരി ആഴം 3960 മീറ്റർ ആണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗമായ വാൾട്ടൺ ഗർത്തത്തിന് എത്ര ആഴമുണ്ട്? 7725 മീറ്റർ ആഴമുണ്ട്. അപ്പോൾ ഏറ്റവും ശരാശരി ആഴം എന്ന് പറയുന്നത് 3960ഉം ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് 7725 മീറ്റർ ആഴമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൺ ഗർത്തം. അടുത്തത് ആർട്ടിക് സമുദ്രമാണ്. സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം. വിസ്തൃതി എത്രയാ? 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും കൂടിയ ആഴം 5180 മീറ്റർ ആണ്. അടുത്തത് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നു. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സമുദ്രത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തത് നോക്കിക്കേ, ദ്വീപുകളും ഉപദ്വീപുകളും. അപ്പോൾ എന്താണ് ദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് വിളിക്കുന്നത്. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളാണ് ഉപദ്വീപുകൾ. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളെയാണ് ഉപദ്വീപുകൾ അല്ലെങ്കിൽ പെനിൻസുല എന്ന് വിളിക്കുന്നത്. ദ്വീപുകൾ എന്ന് പറയുമ്പോൾ ഐലൻഡ്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ്, മഡഗാസ്കർ, മാലിദ്വീപ്, വിക്ടോറിയ ദ്വീപ്, ബ്രിട്ടീഷ് ദ്വീപുകൾ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂ ഗിനിയ, ബഫിൻ, കോക്കോസ്. ഇതൊക്കെ എന്താണ്? ദ്വീപുകളാണ്. ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ്, മഡഗാസ്കർ, മാലിദ്വീപ്, വിക്ടോറിയ ദ്വീപുകൾ, ബ്രിട്ടീഷ് ദ്വീപുകൾ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂ ഗിനിയ, ബഫിൻ, കോക്കോസ്.
അടുത്ത ഉപദ്വീപുകൾക്ക് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്, അലാസ്ക ഉപദ്വീപ്, ലാബ്രഡോർ ഉപദ്വീപ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപ്. ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്, അലാസ്ക ഉപദ്വീപ്, ലാബ്രഡോർ ഉപദ്വീപ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപ്. ഇതൊക്കെയാണ് ഉപദ്വീപുകൾ. ഇനി അടുത്തത് സമുദ്രജലത്തെ കുറിച്ചാണ് പറയുന്നത്. സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത എന്നിവ. ഓക്കെ, സമുദ്രജലത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? താപം, ലവണത്വം, സാന്ദ്രത എന്നിവയാണ്. ഇനി സമുദ്രജലത്തിലെ താപവിതരണത്തെ കുറിച്ച് നോക്കാം. അക്ഷാംശീയ വ്യതിയാനങ്ങൾക്കനുസൃതമായി സമുദ്രജലത്തിന്റെ താപനിലയിൽ എന്തുണ്ടാവുന്നുണ്ട്? വ്യത്യാസമുണ്ടാവുന്നുണ്ട്. അക്ഷാംശീയ വ്യതിയാനങ്ങൾക്കനുസൃതമായി സമുദ്രജലത്തിന്റെ താപനിലയിൽ വ്യത്യാസമുണ്ടാവുന്നു. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായി ഏതാണ്ട് 10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലകളിലാണ്. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായിട്ട് ഏതാണ്ട് 10 ഡിഗ്രി അക്ഷാംശ മേഖലകളിലാണ്. ഇവിടെ ശരാശരി 27 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലായിട്ട് ഏതാണ്ട് 10 ഡിഗ്രി അക്ഷാംശ മേഖലകളിലാണ് ഏറ്റവും ഉയർന്ന താപനില. ഇവിടെ താപനില ഏകദേശം എത്രയാണ്? ശരാശരി 27 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവീയ മേഖലകളിലേക്ക് പോകുന്തോറും താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. അല്ലെ, മധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവീയ മേഖലകളിലോട്ട് പോകുന്തോറും എന്താണ്? അവിടെ തണുപ്പല്ലേ ധ്രുവീയ മേഖലകളിൽ. അപ്പോൾ താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നു. മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലകളിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴുന്നതായിട്ട് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മധ്യ അക്ഷാംശീയ മേഖലകളിൽ താപനില ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലകളിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് താഴുന്നത്. സമുദ്രജലത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സമുദ്രജലത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സൗരോർജം, അതുപോലെ ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥ, അതുപോലെ സമുദ്രജല പ്രവാഹം, കാറ്റുകൾ എന്നിവയാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? സമുദ്രജലത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, സമുദ്രജലത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സൗരോർജം, ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥ, അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹം, കാറ്റുകൾ, ഇതെല്ലാം സമുദ്രജലത്തിന്റെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. സമുദ്രജലത്തിന്റെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അടുത്തതാണ് സമുദ്രജല ലവണത്വം. എന്താണിത്? കടൽ വെള്ളത്തിന്റെ പ്രത്യേക സവിശേഷതയാണ്, നമുക്കറിയാം എന്താണ്? ഉപ്പുരസം. അല്ലെ, കടൽ വെള്ളത്തിന്റെ പ്രത്യേകതയാണ് ഉപ്പുരസം എന്ന് പറയുന്നത്. കടൽ വെള്ളത്തിന്റെ ശരാശരി ലവണത എന്ന് പറയുന്നത് എത്രയാ? 3.5% ആണ്. കടൽ വെള്ളത്തിന്റെ ശരാശരി ലവണത എന്ന് പറയുന്നത് 3.5% ആണ്. കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണം അറിയപ്പെടുന്ന പേരാണ് ലവണത്വം അഥവാ സലൈനിറ്റി എന്ന് പറയുന്നത്. കടൽ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ലവണാംശത്തിന്റെ സാന്ദ്രീകരണം അറിയപ്പെടുന്ന പേരാണ് ലവണത്വം അഥവാ സലൈനിറ്റി എന്ന് പറയുന്നത്. 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ലവണത്വം. 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് ലവണത്വമാണ്. സമുദ്രജലത്തിന്റെ ശരാശരി ലവണത്വം എത്രയാണ്? 35 സഹസ്രാംശം എന്നാണ് ഇത് വായിക്കുക കേട്ടോ. 35 സഹസ്രാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഗ്രാം സമുദ്രജലത്തിൽ 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നതാണ്. 1000 ഗ്രാം സമുദ്രജലത്തിൽ 35 ഗ്രാം ലവണാംശം അടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ 35 സഹസ്രാംശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സമുദ്രജലത്തിലെ ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
ഓക്കെ, എന്തൊക്കെയാണ്? സമുദ്രജലത്തിലെ ലവണത്വത്തിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാവുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുന്നു. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുന്നു. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ധാരാളം നദികൾ വന്നു ചേരുന്നിടത്ത് ലവണത്വം കുറയുന്നു. ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയുന്നതിന് ഇടയാക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ലവണത്വത്തിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാവുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കടൽ വെള്ളത്തിൻ്റെ രസതന്ത്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കുക. സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മുഖ്യ ഭാഗം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിലെ ലവണത്വത്തിൻ്റെ മുഖ്യ ഭാഗം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പാണ്. സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മറ്റു മൂലകങ്ങളാണ് എന്തൊക്കെ? മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ് തുടങ്ങിയവ. ഓക്കെ, സമുദ്രജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മറ്റു മൂലകങ്ങൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ് എന്നിവയാണ്. ഓക്കെ, ഇനി അടുത്തത് സമുദ്രജലത്തിൻ്റെ സാന്ദ്രതയെക്കുറിച്ചാണ് പറയുന്നത്. സമുദ്രജലത്തിൻ്റെ സാന്ദ്രത സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെയാണോ അനുഭവപ്പെടുന്നത്? അല്ല, അല്ലേ? ഒരുപോലെ അനുഭവപ്പെടുന്നില്ല. സമുദ്രജലത്തിൻ്റെ സാന്ദ്രത സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല അനുഭവപ്പെടുന്നത്. ഇതിന് കാരണം എന്താണ്? സമുദ്രജലത്തിൻ്റെ ലവണത്വത്തിലും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ്. സമുദ്രജലത്തിൻ്റെ ലവണത്വത്തിലും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ് ഈ സാന്ദ്രത സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ ആവാത്തതിന് കാരണം എന്ന് പറയുന്നത്. താപം വർദ്ധിക്കുമ്പോൾ എന്ത് കുറയും? സാന്ദ്രത കുറയും. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു. ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. താപം വർദ്ധിക്കുന്ന സമയത്ത് സാന്ദ്രത കുറയുകയും ലവണത്വം കൂടുന്ന സമയത്ത് സാന്ദ്രത കൂടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സമുദ്രജല ചലനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സമുദ്രജല ചലനങ്ങൾ തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ എന്നിവയാണ് സമുദ്രജലത്തിൻ്റെ ചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമുദ്രജല ചലനങ്ങൾക്ക് കാരണം എന്തൊക്കെയാണ്? സമുദ്രജല ചലനങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് താപം, ലവണത്വം, സാന്ദ്രത എന്നിവയിലെ അസന്തുലിതാവസ്ഥയാണ് സമുദ്രജല ചലനങ്ങൾക്ക് കാരണം. സമുദ്രജല ചലനങ്ങൾ ഏതൊക്കെയാണ്? തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ, വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻസ് എന്നിവയാണ് സമുദ്രജല ചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിലാദ്യം തിരമാലകൾ. തിരമാലകളെ കുറിച്ച് പറയുമ്പോൾ സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ്. ഓക്കെ, സമുദ്ര ജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളെയാണ് തിരകൾ എന്ന് പറയുന്നത്. തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? തിരാശിഖരം എന്നാണ്. തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാശിഖരം എന്നാണ്. തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നതാണ് തിരാതടം. തിരയുടെ ഉയർന്ന ഭാഗം തിരാശിഖരം എന്നും തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിരാതടം എന്നുമാണ്. അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ് തിരാദൈർഘ്യം എന്ന് പറയുന്നത്. അടുത്തടുത്ത രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെയാണ് തിരാദൈർഘ്യം എന്ന് വിളിക്കുന്നത്. തിരോന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബ ദൂരമാണ് തിരോന്നതി. തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബ ദൂരത്തെയാണ് തിരോന്നതി എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ കാണുന്നതാണ് തിരാദൈർഘ്യം, ഇത് തിരാശിഖരം, കണ്ടോ, ഇത് തിരാതടം. അപ്പോൾ ഉന്നതി എന്ന് പറയുന്നത് കണ്ടോ കൊടുത്തിരിക്കുന്നത്. തിരാദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിരാദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് തിരാശിഖരങ്ങൾ. ഇതാണ് തിരാശിഖരം, ഇതൊരു തിരാശിഖരം, ഇതൊരു തിരാശിഖരം. ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ് ഈ തിരാദൈർഘ്യം എന്ന് പറയുന്നത്. തിരാശിഖരങ്ങൾ തമ്മിലുള്ള ദൈർഘ്യമാണ്. തിരോന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാണ് തിരാതടം. ഈ തിരാതടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബ ദൂരം കണ്ടോ, ഇതാണ് തിരാതടം. തിരാദൈർഘ്യം ഇതുവരെയുള്ള ലംബ ദൂരത്തെയാണ് നമ്മൾ ഉന്നതി എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? ഇനി കാറ്റുകൾ സമുദ്രോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് എന്തിന് കാരണം?
തിരകൾക്ക് കാരണം. തിരകൾക്ക് കാരണം എന്താണ്? കാറ്റുകൾ സമുദ്ര ജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണം എന്ന് പറയാം. കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തി എന്ത് ചെയ്യും? കൂടി വരും. കാറ്റിന്റെ ശക്തി അനുസരിച്ച് തിരമാലകളുടെ ശക്തി കൂടി വരുന്നു. കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലം എന്ന് നമുക്ക് പറയാം. ഈ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, 2 പുലിമുട്ടുകൾ നിർമ്മിക്കൽ, 3 കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കൽ. കണ്ടോ, 1 ആദ്യത്തെ ചിത്രം കണ്ടോ, കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, ഇതുപോലെ പാറക്കെട്ടുകൾ നിക്ഷേപിക്കൽ, പുലിമുട്ടുകൾ നിർമ്മിക്കൽ, ഇതാണ് പുലിമുട്ട് എന്ന് പറയുന്നത്. ദെൻ കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കൽ, കണ്ടോ, കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കലാണ് മൂന്നാമത്തേതെന്ന് പറയുന്നത്. അപ്പോൾ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, പുലിമുട്ടുകൾ നിർമ്മിക്കൽ, കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണൽ ഭിത്തികൾ. ഓക്കെ, എന്തൊക്കെയാണ്? മണൽ ഭിത്തികളും കൂടെ ഉണ്ട്, അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. മണൽ ഭിത്തികൾ. ഇനി എന്താണ് സീസ്മിക് കടൽ തിരകൾ എന്ന് പറയുന്നത്? സീസ്മിക് കടൽ തിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കടൽത്തറകളിൽ ഉണ്ടാവുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാവുന്ന വിനാശകാരികളായിട്ടുള്ള വൻ തിരമാലകളെയാണ് സീസ്മിക് കടൽ തിരകൾ അഥവാ സുനാമികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സീസ്മിക് കടൽ തിരകൾ അഥവാ സുനാമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കടൽത്തറകളിൽ ഉണ്ടാവുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും വിനാശകാരികളായ വൻ തിരമാലകൾക്ക് കാരണമാവാറുണ്ട്. ഇത്തരം തിരമാലകളെയാണ് സീസ്മിക് കടൽ തിരകൾ അഥവാ സുനാമികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഈ സുനാമികൾക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗം ഉണ്ടാകാറുണ്ട് എന്നത് ഓർത്തിരിക്കുക കേട്ടോ. സുനാമിയിൽ ഇത്തരം തിരമാലകൾക്ക് 800 കിലോമീറ്റർ വരെ വേഗം ഉണ്ടാവാറുണ്ട്. അടുത്തത് എന്താണ് ചാകര? ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്ന പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്. ചാകര എന്ന് പറയുന്ന പ്രതിഭാസം അറബിക്കടലിൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസം ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് വേലികളെ കുറിച്ചാണ്. വേലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിനുണ്ടാവുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലനിരപ്പിനുണ്ടാവുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ എന്ന് പറയുന്നത്. സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ച അറിയപ്പെടുന്നതാണ് വേലിയേറ്റം എന്ന് പറയുന്നത്. സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ചയെ വേലിയേറ്റം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ എന്താണ് വേലിയിറക്കം? സമുദ്രജല വിതാനം താഴുന്നതിനെയാണ് വേലിയിറക്കം എന്ന് പറയുന്നത്. സമുദ്രജല വിതാനത്തിന്റെ താഴ്ച വേലിയിറക്കം, സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നതാണ് വേലിയേറ്റം. ഇനി ഈ വേലികൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, 1 ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലം. വേലികൾ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണമാണ് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലം. ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാവുന്ന അപകേന്ദ്ര ബലം. ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ബലം, ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലം, ഇതൊക്കെയാണ് വേലികൾ ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിത്രം കണ്ടോ? വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണ്, എങ്കിലും ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണത്തെക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന പ്രതിഭാസമാണ് വേലിയേറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നതാണ് വേലിയേറ്റം എന്ന് പറയുന്നത്.
ഇനി എന്താണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്? അപകേന്ദ്ര ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ഘടകമാണ് അപകേന്ദ്ര ബലം. ഓക്കെ, ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിനുള്ള കാരണമാണ് അപകേന്ദ്ര ബലം. ഇനി വേലിയിറക്കം എന്ന് പറയുമ്പോൾ വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്ന പ്രതിഭാസമാണ് വേലിയിറക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്നതായി കാണാം. ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഇവിടെ ജലനിരപ്പ് താഴുന്നത് എന്നതും കൂടെ ഓർത്തിരിക്കുക. ഈ ഒരു പ്രതിഭാസമാണ് വേലിയിറക്കം അഥവാ ലോ ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാവുവേലികളും സപ്തമവേലികളുമാണ്. ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. എന്താണ്? ഓരോ മാസത്തിലും അമാവാസി വരുമ്പോൾ, അതുപോലെ പൗർണമി വരുമ്പോൾ, കറുത്ത വാവും വെളുത്ത വാവും വരുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും എങ്ങനെയാണ്? നേർരേഖയിലാണ് വരുന്നത്. സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായതിനാൽ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ എന്താണ്? ശക്തമായിട്ടുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്നു. അതിനെയാണ് വാവുവേലികൾ എന്ന് പറയുന്നത്, സ്പ്രിംഗ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സപ്തമവേലികൾ. എന്താണ് സപ്തമവേലികൾ എന്ന് പറയുന്നത്? അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നതും ഈ ദിവസങ്ങളിൽ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒക്കെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സപ്തമവേലികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായിട്ടുള്ള വേലികളാണ് ഉണ്ടാവുക. ദുർബലമായ ഇത്തരം വേലികളെയാണ് സപ്തമവേലികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങളാണ് പറയുന്നത്. വേലിയേറ്റവും വേലിയിറക്കവും ഒട്ടേറെ ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതെന്തൊക്കെയാണ്? 1. തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. 2. ശക്തമായ വേലികളുടെ ഫലമായി നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. അടുത്തത്, വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറ്റാൻ കഴിയുന്നു. മീൻപിടുത്തത്തിനായി കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും കഴിയുന്നു. വേലിയേറ്റ ശക്തിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നതിന് വേലിയേറ്റ സന്ദർഭങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഈ വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചു നോക്കണം. അടുത്തത് സമുദ്രജല പ്രവാഹങ്ങൾ. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായ പ്രവാഹമാണ് എന്ത്? സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഉഷ്ണജല പ്രവാഹം, അതുപോലെ തന്നെ ശീതജല പ്രവാഹം. ഉഷ്ണജല പ്രവാഹവും അതുപോലെ തന്നെ ശീതജല പ്രവാഹവും. അപ്പോൾ എന്താണ് ഉഷ്ണജല പ്രവാഹങ്ങൾ? ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. ശീതജല പ്രവാഹങ്ങൾ എന്താണ്? ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്നത് ഓർത്തിരിക്കുക. സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസം എന്തിന് കാരണമാവുന്നുണ്ട്? ജലപ്രവാഹങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഇനി പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് പറയുന്നത്. പസഫിക് സമുദ്രത്തിലെ എന്തൊക്കെ ഉഷ്ണജല പ്രവാഹം ഏതൊക്കെയാണ്, ശീതജല പ്രവാഹം ഏതൊക്കെയാണ്, അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉത്തര മധ്യരേഖാ പ്രവാഹം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹമാണ്. അടുത്ത ഉഷ്ണജല പ്രവാഹമാണ് കുറോഷിയോ പ്രവാഹം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്താം. കുറോഷിയോ പ്രവാഹം. അടുത്തത് പൂർവ ഓസ്ട്രേലിയൻ പ്രവാഹം. ഇതും എന്താണ്?
ഉഷ്ണജല പ്രവാഹമാണ്. ദെൻ അടുത്ത ഉഷ്ണജല പ്രവാഹമാണ് ഉത്തര പസഫിക് പ്രവാഹം. ഉത്തര പസഫിക് പ്രവാഹം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹമാണ്. അടുത്തത് ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം. ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം. അടുത്തതാണ് മധ്യരേഖാ പ്രതിപ്രവാഹം. മധ്യരേഖാ പ്രതിപ്രവാഹം കാണുന്നുണ്ടോ? മധ്യരേഖാ പ്രതിപ്രവാഹം എന്ന് പറയുന്നതും എന്താണ്? ഈ കിടക്കുന്നത് കേട്ടോ. ഇതും എന്താ? ഉഷ്ണജല പ്രവാഹമാണ്. പിന്നെ ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, അതും ഉഷ്ണജല പ്രവാഹമാണ്. അപ്പോൾ ഇത്രയും പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഒന്നുകൂടെ പറയാം: ഉത്തര മധ്യരേഖാ പ്രവാഹം, കുറോഷിയോ പ്രവാഹം, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. ഇത്രയും ആണ് നമ്മളിപ്പോൾ ടിക്ക് ചെയ്തിട്ടുള്ളതൊക്കെയാണ് പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ. അപ്പോൾ ഇനി ശീതജല പ്രവാഹങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ശീതജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പെറു ഹംബോൾട്ട് പ്രവാഹം. ഇങ്ങനെ ലൈൻ ചെയ്ത് വെക്കണം. ഇത് പെറു ഹംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്നത് ശീതജല പ്രവാഹമാണ്. അടുത്തത് കാലിഫോർണിയ പ്രവാഹം. ഓക്കെ, ഏതാണ്? കാലിഫോർണിയ പ്രവാഹം എന്ന് പറയുന്നതും ശീതജല പ്രവാഹമാണ്. ദെൻ അത് കഴിഞ്ഞ് ഒയാഷിയോ പ്രവാഹം, ദേ കാണുന്നത് കേട്ടോ. ഒയാഷിയോ പ്രവാഹം എന്ന് പറയുന്നതും ഏതാ? ശീതജല പ്രവാഹമാണ്. ദെൻ അത് കഴിഞ്ഞ് പശ്ചിമവാദ പ്രവാഹം. ഇപ്പം ഇതെല്ലാമാണ് എന്ത്? ഇതിൽ ശീതജല പ്രവാഹത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്ത് പസഫിക് സമുദ്രത്തിലെ പ്രവാഹങ്ങൾ. കാലിഫോർണിയ പ്രവാഹം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അടയാളപ്പെടുത്താൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത്രയാണ് ശീതജല പ്രവാഹങ്ങൾ. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ടിക്ക് ഇട്ടിരിക്കുന്നതൊക്കെ ഉത്തര മധ്യരേഖാ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രതിപ്രവാഹം, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം, അതുപോലെ കുറോഷിയോ പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം. ഇത്രയുമാണ് ഉത്തര പസഫിക് പ്രവാഹം. ഇത്രയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ഒയാഷിയോ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, പശ്ചിമവാദ പ്രവാഹം, പെറു ഹംബോൾട്ട് പ്രവാഹം. ഇത്രയുമാണ്. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹങ്ങളാണ് കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പറയാം. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ആദ്യം പറഞ്ഞേക്കാം. ഉഷ്ണജല പ്രവാഹങ്ങൾ ഒന്ന് ഉത്തര മധ്യരേഖാ പ്രവാഹം. നേരത്തെ പോലെ ഞാൻ ടിക്ക് ചെയ്യാം. ഉത്തര മധ്യരേഖാ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം ദേ കിടക്കുന്നു. ദെൻ അടുത്തത് ഗൾഫ് സ്ട്രീം പ്രവാഹം. എവിടെയാണ് ഗൾഫ് സ്ട്രീം? ഈ കിടക്കുന്ന ഗൾഫ് സ്ട്രീം പ്രവാഹം. ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം ദേ കിടക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ബ്രസീൽ പ്രവാഹം. ഓക്കെ, ബ്രസീൽ പ്രവാഹം ദേ കിടക്കുന്നു കണ്ടോ. അപ്പോൾ ഇത്രയുമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ. ഏതൊക്കെയാണ്? ഗൾഫ് സ്ട്രീം പ്രവാഹം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ഉത്തര മധ്യരേഖാ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ബ്രസീൽ പ്രവാഹം. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് പറയാം. ഒന്ന് ലാബ്രഡോർ പ്രവാഹം. ഇവിടെ കിടക്കുന്നുണ്ട്. ലാബ്രഡോർ പ്രവാഹമാണ് ഒരു ശീതജല പ്രവാഹം. അടുത്തത് കാനറീസ് പ്രവാഹം. കിടക്കുന്ന കാനറീസ് പ്രവാഹം ശീതജല പ്രവാഹമാണ്. പശ്ചിമവാദ പ്രവാഹം ശീതജല പ്രവാഹമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ. ബൻഗ്വാല പ്രവാഹം. അപ്പോൾ ഇത്രയുമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങൾ. ലാബ്രഡോർ പ്രവാഹം, കാനറീസ് പ്രവാഹം, പശ്ചിമവാദ പ്രവാഹം, ബൻഗ്വാല പ്രവാഹം. ക്ലിയർ. ഇനി അടുത്തത് നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം. ഏതാണ്? ഉഷ്ണജല പ്രവാഹമാണ്. ദക്ഷിണ മധ്യരേഖാ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. അഗുൽഹാസ് പ്രവാഹം എന്താണ്? ഉഷ്ണജല പ്രവാഹമാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ശീതജല പ്രവാഹം. ഏതൊക്കെയാണ്? പശ്ചിമവാദ പ്രവാഹം, അതുപോലെ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, അതുപോലെ എന്താണ്
കാനറീസ് പ്രവാഹം. ഓക്കെ, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണല്ലേ നമ്മൾ പറഞ്ഞത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെയാണ്. അപ്പോൾ ഇവിടെ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം നമ്മളിവിടെ ടിക്കറ്റിരിക്കുന്നുണ്ടോ, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം ശീതജല പ്രവാഹമാണ്. അതുപോലെ തന്നെ പശ്ചിമവാത പ്രവാഹം, ഇത് രണ്ടും മാത്രമാണ് എന്തിൽ വരുന്നത്, ശീതജല പ്രവാഹത്തിൽ കേട്ടോ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹത്തിൽ വരുന്നത്. ഉഷ്ണജല പ്രവാഹമാണ് ബാക്കി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം, അതുപോലെ തന്നെ അഗുൽഹാസ് പ്രവാഹം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള, അപ്പം നിങ്ങൾക്ക് പ്രവാഹങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാ, സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാവുന്നു. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങളാണ് സമുദ്ര തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ ബാധിക്കുന്നു. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാവുന്നു. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. അടുത്തത് എന്താണ് ഗ്രാൻഡ് ബാങ്ക്സ് നോക്കുക. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്ത്, ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂഫൗണ്ട്ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നു. ഓക്കെ, ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ എന്ന് പറയുന്ന ശീതജല പ്രവാഹവും സന്ധിക്കുന്നത് കൊണ്ട് ഇവിടെ മത്സ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കാലാവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ കടൽക്കാറ്റുണ്ടാവുന്നത് എപ്പോഴാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +1 ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടൊക്കെ പഠിച്ചതാണ്. പകൽ സമയത്താണ് കടൽക്കാറ്റുണ്ടാവുന്നത്, SCRTയിലും പഠിച്ചതാണ് അല്ലേ. പകൽ സമയത്ത് വീശുന്ന കാറ്റ് കടൽക്കാറ്റും രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പകൽ സമയത്ത് എന്താണ്, കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു അല്ലേ. അപ്പോൾ എന്താ, കടലിൽ നിന്നും പകൽ സമയത്ത് കാറ്റ് കരയിലോട്ടാണ് വീശുന്നത്. അപ്പോൾ കടൽക്കാറ്റ് അല്ലെ, ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലോട്ട്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പകൽ സമയത്ത് വീശുന്നത് കടൽക്കാറ്റും രാത്രികാലങ്ങളിൽ വീശുന്നത് കരക്കാറ്റുമാണ്. അങ്ങനെ താപനില നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കരക്കാറ്റും കടൽക്കാറ്റും തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നുണ്ട്. മഴ, കാറ്റ്, ചക്രവാതം പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിൽ സമുദ്രങ്ങൾക്ക് പങ്കുണ്ട്, നമുക്കറിയുന്നതാ. തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. എന്നാൽ സമുദ്ര സാമീപ്യമില്ലാത്ത പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും എല്ലാം എങ്ങനെയായിരിക്കും, കഠിനമായിരിക്കും അല്ലെ. അടുത്തത് ധാതു നിക്ഷേപങ്ങളാണ്. സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ധാതു നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്, നമുക്കറിയാം. കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ്, ഇതുകൂടാതെ ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുടെ നിക്ഷേപവും സമുദ്രങ്ങളിലുണ്ട്. അപ്പോൾ കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ്, ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഇതെല്ലാമാണ് സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ധാതു നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 1974 പെട്രോളിയവും പ്രകൃതിവാതകവും ഖനനം ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ പെട്രോളിയവും പ്രകൃതിവാതകവും ഖനനം ചെയ്യാൻ ആരംഭിച്ചത് എവിടെയാണ്, മുംബൈ തീരത്തു നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ്. 1974 ആരംഭിച്ചത്. ഈ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന എണ്ണപ്പാടം എന്നറിയപ്പെടുന്നത് ഏതാണ്, മുംബൈ ഹൈ ആണ്. ഇത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 1974 അവിടെ പെട്രോളിയം ഖനനം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്, മുംബൈ ഹൈ. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് വൈദ്യുതി ഉൽപാദനം. വൈദ്യുതി ഉൽപാദനം എന്ന് പറയുമ്പോൾ തിരമാലകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, വേലികൾ എന്താണെന്നും പറഞ്ഞു. ഇവ വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തീരത്ത് ആഞ്ഞടിക്കുന്ന ശക്തമായ തിരമാലകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. തീരത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകൾ എന്ത് ചെയ്യും, അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കും.
ഇങ്ങനെ വൈദ്യുതി ഉൽപാദനം നടക്കുന്നു. സമുദ്രതീരങ്ങളിൽ സമുദ്രജലം സംഭരിക്കാൻ റിസർവോയറുകൾ നിർമ്മിക്കുന്നു. ശക്തമായ വേലിയേറ്റ സമയത്ത് കടൽവെള്ളം ഈ ജലസംഭരണിയിൽ പ്രവേശിക്കുന്നു. വേലിയിറക്ക സമയത്ത് സംഭരണികളിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ജലം തുറന്നു വിടുന്നു. വേലിയേറ്റ സമയത്ത് അകത്തേക്കും വേലിയിറക്ക സമയത്ത് പുറത്തേക്കും ജലം ശക്തമായി നീങ്ങുന്നതിന്റെ ഫലമായി ടർബൈനുകൾ കറങ്ങുന്നു. ഇതുവഴി വൈദ്യുതി ഉൽപാദനം നടക്കുന്നു. ഓക്കെ, അതും ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് സമുദ്രങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ ഏതാ? ജപ്പാൻ, പെറു, ചൈന, നോർവേ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ. ഏറ്റവും അധികം മത്സ്യബന്ധനം. ആന്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ, വൈറ്റമിനുകൾ എന്നിവയുടെ ഉൽപാദനത്തിനായി സമുദ്രത്തിലെ സസ്യജന്തുജാലങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇപ്പം ആന്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ, വൈറ്റമിനുകൾ എന്നിവയുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് സമുദ്രത്തിലെ സസ്യജന്തുജാലങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അതാണ് സമുദ്ര വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളം. കടൽ വെള്ളത്തിൽ നമുക്കറിയാം ശുദ്ധീകരിച്ചിട്ട് നമ്മൾ എന്താ കുടിവെള്ളമായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സമുദ്രജലസ്വേദനം. എന്താണ്? സമുദ്രജലസ്വേദനം ഉപയോഗിച്ചിട്ട് കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്ന രീതിയാണ് സമുദ്രജല സ്വേദനം. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്ന രീതി ഏതാണ്? സമുദ്രജല സ്വേദനമാണ്. അപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കൽ, സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെ. ലവണജലത്തിൽ നിന്നും ലവണം വേർതിരിക്കൽ, ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെ. അപ്പോൾ ഏതൊക്കെയാണ് ലവണജലത്തിൽ നിന്നും ജലം വേർതിരിക്കുവാനുള്ള മാർഗങ്ങൾ? സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം, ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നിവയാണ് മാർഗങ്ങൾ എന്ന് പറയുന്നത്. കടൽ വെള്ളം ശുദ്ധീകരിക്കുവാനുള്ള വിവിധ മാർഗങ്ങളാണ് സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം, ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നിവ. ഓക്കെ.